എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കൺട്രോൾ ഇല്ല എന്ന് തുറന്നു പറയാണ് ഗബ്രി. എൻ്റെ ഇമോഷൻസിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഞാനിരിക്കുന്നത്. എനിക്കൊന്ന് പൊട്ടിക്കരയണമെന്നുണ്ട് എന്നൊക്കെ ഇന്നലെ ഗബ്രി ജാസ്മിനോട് പറയുന്നുണ്ട്. യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. പ്രധാനമായും ഞാൻ ഊഹിക്കുന്നത് ജയിലിൽ പോകേണ്ടി വരുന്നു എന്നത് തന്നെയാണ്. ഒരു ദിവസം പോലും ജാസ്മിനെ വേർപിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല എന്നാണ് ഗബ്രി പറയുന്നത്. വേറെ എനിക്കൊരു വിഷയവും ഇവിടെ ഇല്ല. എനിക്ക് ടീം പ്രശ്നമില്ല, എനിക്ക് ടാസ്ക് പ്രശ്നമില്ല, എനിക്ക് ക്യാപ്റ്റൻസി പ്രശ്നമല്ല, എനിക്ക് കപ്പ് പ്രശ്നമല്ല. എനിക്ക് നിൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റില്ല. സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ടീം. എനിക്ക് നിൻ്റെ ഒപ്പം നിന്നേ പറ്റൂ എന്നാണ് ഗബ്രി പറയുന്നത്. അത് നേരത്തെ തന്നെ നമ്മൾ കേട്ട കാര്യമാണെങ്കിൽ ഇന്നലെ ജയിലിലേക്ക് പോകുന്നതോടുകൂടി ജാസ്മിനെ താൽക്കാലികമായിട്ടെങ്കിലും വേർപിരിയേണ്ടി വരികയാണ് ഗബ്രിക്ക്. അതുപോലും ഗെയിം സ്പിരിറ്റിൽ എടുക്കാൻ ഗബ്രിക്ക് കഴിയുന്നില്ല. മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുകയാണ്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രിയിൽ ജാസ്മിനെ മിസ് ചെയ്യാൻ പോവാണെന്നോർത്ത് സത്യത്തിൽ ആകെ കിള്ളി പറന്ന് ജയിലിൽ പോയിരിക്കുന്ന ഒരു ഗബ്രിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നോറയുടെ കൂടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഒട്ടും കംഫർട്ടബിൾ അല്ല. ജാസ്മിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ കോമഡി എന്നു പറഞ്ഞാൽ ഇതെല്ലാം ഒരു വീട്ടിലാണ്. ജസ്റ്റ് അപ്പുറം ഇപ്പുറം ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വന്ന് ജാസ്മിൻ കാണുന്നൊക്കെയുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു രക്ഷയില്ല. ജാസ്മിൻ്റെ അടുത്ത് ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ കൂടുതൽ, ഒരു മണിക്കൂറിൽ കൂടുതൽ പിരിഞ്ഞിരിക്കാൻ ഗബ്രിക്ക് പറ്റില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അതൊക്കെ തന്നെയാണ് ഏതാണ്ട് ജാസ്മിൻ്റെയും ഒക്കെ അവസ്ഥ. എന്താണോ എന്തോ.